എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാഹിത്യത്തിലെയും കലകളിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിൽ ഉള്ളതാണ്? ഓക്കെ, ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസമാണ്. ആരുടെ നോവലാണ്? OV വിജയന്റെ നോവലാണ് ഇത്, ഖസാക്കിന്റെ ഇതിഹാസം. ആരാണ്? OV വിജയൻ. അപ്പം അപ്പുക്കിളി എന്ന കഥാപാത്രം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിൽ നിന്ന് ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കൂടി നോക്കാം, ആരുടെയൊക്കെ കൃതികളാണെന്ന്. പുള്ളിയൻ എന്ന് പറയുന്നത് ആരാണ്? സോമൻ കടലൂർ. ആരാണ്? സോമൻ കടലൂരിൻ്റെതാണ് ഏത്? പുള്ളിയൻ. സോമൻ കടലൂർ. ഓക്കെ, ആത്രേയകം എന്ന് പറയുന്നത് KR മീര. ആരാണ്? KR മീരയുടെ കൃതിയാണ് ഏത്? ആത്രേയകം. KR മീര. ഇനി അനർഘ നിമിഷം എന്ന് പറയുന്നത് ബഷീറിന്റെ കൃതിയാണ്. ആരുടെയാണ്? ബഷീറിന്റെ കൃതിയാണ് അനർഘ നിമിഷം. ബഷീർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് ആര്? അനിൽ P ധർമ്മജൻ, അഖിൽ P ധർമ്മജൻ, പ്രസാദ് സൂരി, ശ്രീജിത്ത് മൂത്തേടത്ത്. ആരാണ്? അഖിൽ P ധർമ്മജനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് കൃതി? ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്കാണ് അഖിൽ P ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. റാം കെയർ ഓഫ് ആനന്ദി. അങ്ങനെയാണെങ്കിൽ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. ഏതാണ് കൃതി? പെൻഗിനുകളുടെ വൻകരയിൽ. ഏതാണ്? പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കിത്താളം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വല്ലങ്കിത്താളം. ഗോരട്ടി വെങ്കണ്ണ. ആരാണ് അത് എഴുതിയതാണ്? ഇതൊരു കവിതാ സമാഹാരമാണ്. ഇത് വല്ലങ്കിത്താളം എന്ന് പറയുന്നത്. അപ്പം 1ഉം 3ഉമാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചെറുകഥ ഇവയിൽ M അച്യുതന്റെ കൃതികൾ ഏവ? ചെറുകഥ ഇന്നലെ ഇന്ന്, അത് M അച്യുതന്റെയാണ്. പാശ്ചാത്യ സാഹിത്യ ദർശനം M അച്യുതന്റെയാണ്. മനുഷ്യ നീ മണ്ണാകുന്നു ആരുടേതല്ല? M അച്യുതൻ്റെത് അല്ല, അത് മലയാറ്റൂരിൻ്റെയാണ്. ആരുടെയാണ്? മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ് മലയാറ്റൂർ. ഓക്കെ, ഏതാണ്? മനുഷ്യ നീ മണ്ണാകുന്നു. കൊടുങ്കാറ്റും കൊച്ചുവെള്ളവും എന്ന് പറഞ്ഞ ഒരു ചൈനീസ് നോവല് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആയിരുന്നു. ഓക്കെ, ഇവയിൽ M അച്യുതന്റെ കൃതികൾ ഏതാ? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? കൃഷ്ണൻകുട്ടി. ആരാണ്? TV ചന്ദ്രൻ ആണ് കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. അടുത്ത ക്വസ്റ്റ്യൻ. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? ഏതാണ്? 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? P വത്സലയാണ്. അപ്പം 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപിള്ള. ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കുമാരനാശാനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? മഹാകാവ്യം രചിച്ചിട്ടില്ല, അത് ശരിയാണ്. മഹാകവി എന്നറിയപ്പെടുമെങ്കിലും കുമാരനാശൻ എന്ത് ചെയ്തിട്ടില്ല? മഹാകാവ്യം രചിച്ചിട്ടില്ല. പ്രരോദനം കുമാരനാശാന്റെ കൃതിയല്ല, അത് തെറ്റാണ്. AR രാജരാജവർമ്മയുടെ ചരമത്തെ തുടർന്ന് എഴുതിയ ഒരു വിലാപ കാവ്യമാണ് ഇത് പ്രരോദനം എന്ന് പറയുന്നത്. അത് കുമാരനാശാന്റെ കൃതിയാണ്. ഓക്കെ, മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യം രചിച്ചിട്ടുണ്ട്, അത് തെറ്റാണ്. ഏതാണ്? ഇത് വള്ളത്തോളിന്റെ ആണ്. ഏത്? മഗ്ദലന മറിയം എന്ന് പറയുന്ന ആരുടേതാണ്? വള്ളത്തോൾ നാരായണ മേനോന്റേത് ആണ്. ഖണ്ഡകാവ്യമാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ ഖണ്ഡകാവ്യമാണ് ഇത്, മഗ്ദലന മറിയം. ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപൂവാണ്, അത് ശരിയാണ്. അപ്പം ഇതില്
കുമാരനാശാനെ കുറിച്ച് ശരിയായുള്ള പ്രസ്താവന ഏതാ? 1ഉം 4ഉം മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കൃതിയായിട്ടുള്ള വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കട്ടായിട്ടുണ്ട്. ഓക്കെ, ജ്ഞാനപീഠ പുരസ്കാരത്തെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓക്കെ, ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി ആണ് തകഴി ശിവശങ്കര പിള്ള. ആണോ? മലയാളിയാണ് തകഴി ശിവശങ്കര പിള്ള. അത് തെറ്റാണ്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? SK പൊറ്റക്കാടിനാണ് ജി ശങ്കരക്കുറുപ്പിന് ശേഷം ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് SK പൊറ്റക്കാടിനാണ്. ഏതാണ് കൃതി? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് SK പൊറ്റക്കാടിന് എന്ത് കിട്ടിയിട്ടുള്ളത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്. അതും ശരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും മൂർത്തിദേവി പുരസ്കാരവും ലഭിച്ച മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അത് തെറ്റാണ്. ഇത് ONV കുറുപ്പിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ജ്ഞാനപീഠ അവാർഡും പുരസ്കാരവും അതുപോലെ തന്നെ മൂർത്തിദേവി പുരസ്കാരവും കിട്ടിയിട്ടുള്ളത് ONV കുറുപ്പിനാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് എന്താണ്? നമുക്ക് തെറ്റായ പ്രസ്താവന 1ഉം 3ഉം മാത്രമാണ്. ഇതിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പം തെറ്റായിട്ടുള്ള ഉത്തരം ഇതിൽ 1ഉം 3ഉം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാടൻ ജീവിതത്തിന്റെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടിപ്പിള്ള പോര് ഏത് വിഭാഗത്തിൽ പെടുന്ന നാടൻ പാട്ടാണ്? അത് ഒരു തെക്കൻ പാട്ട് ആണ്. ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഈ വരികൾ രചിച്ച കവി ആരാണ്? തന്നിട്ടുള്ളത് ആരൊക്കെയാണ്? വയലാറ്, വയലോപ്പിള്ളി, P കുഞ്ഞിരാമൻ നായർ, ONV. ആരാണ്? വയലോപ്പിള്ളി ശ്രീധരമേനോനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഏതാണ്? ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിന്റെ വേരുറപ്പിവിടെ പോൽ കാണുമോ വേറെങ്ങാനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏത്? അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏതാണ്? മുഹീദ്ദീൻ മാലയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹൃദയസ്മിതം ആരുടെ കൃതിയാണ്? ഹൃദയസ്മിതം എന്ന് പറയുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതിയാണ്. ഏത്? ഹൃദയസ്മിതം. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നു പാടിയത് ആരാണ്? ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു വെർജീനിയൻ വെയിൽക്കാലം. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT എന്ന കീടനാശിനി കാരണമുണ്ടാകുന്ന വിനാശത്തെ പറ്റിയാണ് ഏതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏതു എഴുത്തുകാരന്റെ ആത്മകഥയാണ്? തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരന്റെ ആത്മകഥയാണ്? പുതുശ്ശേരി രാമചന്ദ്രന്റെ ആത്മകഥയാണ് ഇത് തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് R പാർവതി ദേവിയാണ്. ആരാണ്? R പാർവതി ദേവിയാണ് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ് എന്ത്? തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയിരിക്കുന്നു? ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയിരിക്കുന്നു?
ശരിയായിട്ടുള്ള ഉത്തരം ഏതാ? ചവിട്ടു നാടകമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. നോക്കാം. പടയണി. പടയണി ഇതിൽ എന്താ വരുന്നത്? പടയണിയുമായി ബന്ധപ്പെട്ടതാണ് തപ്പ്. തെയ്യമാണെങ്കിലോ? തെയ്യം നമുക്കറിയാം, തോറ്റം പാട്ടുകളാണ് തെയ്യം. മുടിയേറ്റ്, കാളിധാരിക, പുരാവൃത്തം. ഇനി കൂടിയാട്ടമാണെങ്കിലോ? അതൊരു സംസ്കൃത നാടകം. ഇതുമായിട്ട് ഇത്രയാണ് ഇതിൽ ഉള്ളത് ഉത്തരം. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഓപ്ഷൻ വരുന്ന 1, 7 ഓപ്ഷൻ വരുന്ന ഏതാണ്? 1, 7. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ പരിശോധിച്ച് അനുയോജ്യമായ ഉത്തരം തിരഞ്ഞെടുക്കുക. മലയാളത്തിലെ 2ാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. അത് ശരിയാണ്. അപ്പൊ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം വിഗതകുമാരൻ. ഏതാണ്? വിഗതകുമാരൻ. ഓക്കെ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ മലയാള ചിത്രമാണ് ചെമ്മീൻ. അത് തെറ്റാണ്. നമ്മുടെ ചെമ്മീന് ഏത് മെഡലാ? സ്വർണ്ണ മെഡലാണ് കിട്ടിയിട്ടുള്ളത്. ഏതാണ്? സ്വർണ്ണ മെഡലാണ് ഏതിന്? ചെമ്മീനിന് കിട്ടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ തോപ്പിൽ ബാസി ആണ്. അതും തെറ്റാണ്. ആരല്ല? തോപ്പിൽ ബാസി അല്ല. ആരാണ്? പി ഭാസ്കരൻ ആണെന്ത്? കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം. അത് ശരിയാണ്. അപ്പം അനുയോജ്യമായ 1ഉം 4ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തത് ഏവ? തോടയം കഥകളിയാണ്, കഥകളിയുമായി ബന്ധമുള്ളതാണ്. ആട്ടവിളക്ക്, അഞ്ചടി കഥകളിയുമായിട്ട് ബന്ധമില്ല. ഏകലോചനം ഉണ്ട്. അപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 3 ആണ് കഥകളിയുമായി ബന്ധമില്ലാത്ത വാക്ക്. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ ആരാണ്? മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ ആരാണ്? ആരാണ്? കാവാലം നാരായണ പണിക്കറാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? കാവാലം നാരായണ പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. മിനുക്ക്, പച്ച, കത്തി, കരി, താടി എന്നിവ കഥകളിലെ പ്രധാന വേഷങ്ങളാണ്. അറിയാലോ, കഥകളിലെ 5 പ്രധാന വേഷങ്ങളാണ് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിവ. അടുത്തത്, ചെണ്ട, ശുദ്ധമദ്ദളം, ചേങ്കില, ഇലത്താളം എന്നീ വാദ്യങ്ങൾ കഥകളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതും ശരിയാണ്. ഓക്കെ. കഥകളിക്ക് അവലംബമായിട്ടുള്ള സാഹിത്യ രൂപമാണ് ഏത്? ആട്ടക്കഥ. ഓക്കെ, അതും ശരിയാണ്. ഇനി സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് കഥകളി. ആണോ? അല്ല. ഏതാണ്? വായ തുറന്ന് സംസാരിക്കാത്തൊരു കലാരൂപമാണ് കഥകളി. അപ്പം ഓപ്ഷൻ 4. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ. ഓക്കെ, ഇന്നിപ്പോ ഞാൻ ഇത്ര. അടുത്തത്, ഭൈരവി കോലം ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അതിന്റെ ഉത്തരം ഏതാണ്? ഭൈരവി കോലം പടയണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൈരവി കോലം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കഥകളി. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.